ഒരു MLA മാസത്തിൽ ഒരിക്കലാണോ തന്റെ മണ്ഡലത്തിൽ എത്തേണ്ടത്? തമിഴക വെട്രി കഴകം അധ്യക്ഷൻ വിജയ് തിരഞ്ഞെടുപ്പിൽ വിജയിച്ചാൽ മാസത്തിൽ ഒരിക്കൽ മണ്ഡലത്തിൽ നേരിട്ടെത്തുമെന്നാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. TVKയുടെ തിരഞ്ഞെടുപ്പ് പ്രകടന പത്രികയുടെ പ്രകാശനത്തിനിടെയായിരുന്നു വിജയിന്റെ ഈ വിചിത്ര പ്രഖ്യാപനം. മാത്രവുമല്ല, തമിഴ്നാടിന് താൻ ആരായിരുന്നാലും മണ്ഡലത്തിലെ ജനങ്ങൾക്ക് താൻ വെറും ഒരു MLA മാത്രമായിരിക്കുമെന്നും വിജയ് കൂട്ടിച്ചേർത്തു. പ്രകടന പത്രികയുടെ ആദ്യ പകർപ്പ് കർഷകന് നൽകിക്കൊണ്ടാണ് വിജയ് പ്രകാശനം ചെയ്തത്. കൂടാതെ വോട്ടെടുപ്പ് ദിനത്തിൽ എല്ലാ വീടുകൾക്ക് മുന്നിലും TVKയുടെ ചിഹ്നമായ വിസിൽ കോലം വരയ്ക്കണമെന്നും വിജയ് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. TVKയുടെ പ്രകടന പത്രികയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഒന്ന് നോക്കാം. സ്ത്രീകൾക്ക് പ്രതിമാസം 2500 രൂപ ധനസഹായം, വർഷത്തിൽ 6 സൗജന്യ ഗ്യാസ് സിലിണ്ടറുകൾ, പാവപ്പെട്ട പെൺകുട്ടികളുടെ വിവാഹത്തിന് 1 പവൻ അതായത് 8 ഗ്രാം സ്വർണം നൽകും, ഒപ്പം ഒരു പട്ടുസാരിയും. 60 വയസ്സിന് താഴെയുള്ള എല്ലാ കുടുംബനാഥകൾക്കും പ്രതിമാസം 2500 രൂപ നൽകും. വനിതാ സ്വയം സഹായ സംഘങ്ങൾക്ക് 5 ലക്ഷം രൂപ വരെ പലിശരഹിത വായ്പയും വാഗ്ദാനത്തിലുണ്ട്. ഇനി വിദ്യാഭ്യാസത്തിനും മുൻഗണനയുണ്ട്. സ്കൂളുകളിൽ നിന്നുള്ള കൊഴിഞ്ഞുപോക്ക് തടയാനായി സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ പഠിക്കുന്ന കുട്ടികളുടെ അമ്മമാർക്കോ രക്ഷകർത്താക്കൾക്കോ പ്രതിവർഷം 15,000 രൂപ നൽകും. ഓരോ ജില്ലയിലും 100 കാമരാജർ സ്കൂൾ ഓഫ് എക്സലൻസ്, സൗജന്യ റെസിഡൻഷ്യൽ സ്കൂളുകൾ, 20 ലക്ഷം രൂപ വരെയുള്ള വിദ്യാഭ്യാസ വായ്പകൾ എന്നിവയും പ്രകടന പത്രികയിലുണ്ട്. കൂടാതെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മന്ത്രാലയവും AI സർവകലാശാലയും AI സിറ്റിയും സ്ഥാപിക്കുമെന്നും വിജയ് ഉറപ്പു നൽകുന്നു. യുവജനങ്ങൾക്കും കർഷകർക്കുമുണ്ട് വാഗ്ദാനങ്ങൾ. ബിരുദധാരികൾക്ക് 4000 രൂപയും ഡിപ്ലോമക്കാർക്ക് 2500 രൂപയും തൊഴിലില്ലായ്മ വേതനമായി നൽകും. 5 ലക്ഷം സർക്കാർ ജോലികളും യുവാക്കൾക്ക് 25 ലക്ഷം രൂപ വരെ പലിശരഹിത വായ്പയും നൽകും. മുഖ്യമന്ത്രിയുടെ ജനസേവന സുഹൃത്ത് പദ്ധതിയിലൂടെ 5 ലക്ഷം യുവാക്കൾക്ക് 18,000 രൂപ ശമ്പളത്തിൽ വീട്ടുപടിക്കൽ സേവനങ്ങൾ എത്തിക്കാനുള്ള ജോലിയും നൽകും. 5 ഏക്കറിൽ താഴെ ഭൂമിയുള്ള കർഷകരുടെ കാർഷിക വായ്പകൾ പൂർണ്ണമായും എഴുതിത്തള്ളും. നെല്ലിന് ക്വിന്റലിന് 3500 രൂപയും കരിമ്പിന് ടണ്ണിന് 4500 രൂപയും തറവില ഉറപ്പാക്കും. മത്സ്യത്തൊഴിലാളികൾക്ക് 27,000 രൂപ സീസണൽ ആശ്വാസ ധനസഹായവും മത്സ്യത്തിന് ഇന്ത്യയിൽ ആദ്യമായി നിയമപരമായ തറവിലയും ഏർപ്പെടുത്തും. മറ്റ് പ്രധാന വാഗ്ദാനങ്ങൾ: 200 യൂണിറ്റ് വരെയുള്ള സൗജന്യ വൈദ്യുതി, കുടുംബങ്ങൾക്ക് 25 ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസ്, മുതിർന്നവർക്കും വിധവകൾക്കും ഭിന്നശേഷിക്കാർക്കും 3000 രൂപ പ്രതിമാസ പെൻഷൻ, ലഹരിമുക്ത തമിഴ്നാട് ക്യാമ്പയിൻ, റേഷൻ സാധനങ്ങൾ വീട്ടുപടിക്കൽ എത്തിക്കും, പഴയ പെൻഷൻ പദ്ധതി പുനഃപരിശോധിക്കും. 2036 തമിഴ്നാടിനെ $1.5 ട്രില്യൺ സമ്പദ് വ്യവസ്ഥയാക്കി മാറ്റുകയും ഇന്ത്യയുടെ AI തലസ്ഥാനമാക്കുകയും ചെയ്യുകയാണ് തന്റെ ലക്ഷ്യമെന്നും വിജയ് പറഞ്ഞു. പൊള്ളയായ വാഗ്ദാനങ്ങൾ നൽകി വോട്ടർമാരെ വഞ്ചിക്കില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. DMKയും AIADMKയും നിറം മാറുന്നതല്ലാതെ ജനങ്ങൾക്കായി ഒന്നും ചെയ്യുന്നില്ലെന്ന് വിമർശിച്ച അദ്ദേഹം ഇത് വെറും വാഗ്ദാനങ്ങളല്ല, സത്യസന്ധമായ ഗ്യാരണ്ടി ആണെന്നാണ് പ്രകടന പത്രിക പുറത്തിറക്കവേ പറഞ്ഞത്.